കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കെ ബി ഗണേഷ്കുമാർ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രി കാണിച്ചിട്ടുള്ള കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഉണ്ട്. അത് തിരുത്താൻ ഈ സർക്കാർ തയ്യാറാകണമെന്നാണ്. ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ RC ഇതൊക്കെ ഇനി ഡിജിറ്റലാണ്, നിങ്ങളുടെ മൊബൈലിൽ കാണും, വേണമെങ്കിൽ നിങ്ങളത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചോ എന്ന് പറയുന്ന ചെറ്റത്തരം ഉണ്ടല്ലോ, അത് അങ്ങോട്ട് മാറ്റണം. ഈ കാശ് വാങ്ങി വെച്ചിട്ടാണ്, ജനങ്ങളിൽ നിന്ന് കാശ് വാങ്ങി വെച്ചിട്ടാണ് ഈ തോന്നിയാസം കാണിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇത് പ്രിൻ്റ് ചെയ്ത് തന്നെ കൊടുക്കണം, ചിപ്പുള്ള നല്ല കാർഡ് അടിച്ചു കൊടുക്കണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഡ്രൈവർമാരും മറ്റ് സാധുക്കൾ വരുന്ന എല്ലാ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരൊന്നും അല്ല, സാധാരണ ഫോൺ ഉപയോഗിക്കുന്നവരിപ്പോൾ കണ്ടമാനമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫോൺ ഉപയോഗിക്കുന്നവർ എന്തെടുത്ത് കാണിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്നെപ്പോലെ ഇതുപോലുള്ള ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ, കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവർ. എങ്ങനെയാണ് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കിന് കാണിച്ചു കൊടുക്കുന്നത്? നടക്കുമോ? നടക്കൂല. ഇനി ഇവരൊക്കെ കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമാണോ സഞ്ചരിക്കുന്നത്? അല്ല, കേരളത്തിന് പുറത്തുമുണ്ട്. കേരളത്തിൻ്റെ പുറത്തുകൂടെ കേരളത്തിൽ നിങ്ങൾ ഡിജിറ്റലാണ്, ആനയാണ് എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ഹാർഡ് കോപ്പി, നല്ല വൃത്തിയുള്ള കോപ്പി കാണിച്ചു കൊടുക്കണം. ഏത് ദരിദ്രവാദി സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ നല്ല ചിപ്പൊക്കെ വെച്ച് നല്ല അടിപൊളി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാർഡാണ് അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇവർക്കും അടിച്ചു കൊടുക്കണം. RC ബുക്കും അതുപോലെ അടിച്ചു കൊടുക്കണം. കാരണം ഇതൊക്കെ ആവശ്യമുണ്ടെന്നേ. ഇനി ഇതൊന്നുമല്ല, ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ എടുത്തിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് ലൈസൻസിൻ്റെ സ്ഥാനത്ത്. അവിടെ ഇതുമെല്ലാം വർക്ക് ചെയ്യും. ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെയാണെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താലൊന്നും മതിയാവില്ല. അവിടെയും പ്രിൻ്റ് വേണം. അവിടെ നമ്മൾ അക്ഷയ ചെന്നിട്ട് ഇതിൻ്റെ കോപ്പി എടുത്ത് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ 10 പൈസ ഇല്ലാത്ത പ്ലാസ്റ്റിക് കാർഡാണ് കിട്ടുന്നത്. അതൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 50 രൂപ കൊടുക്കുമ്പോൾ ആധാർ കാർഡ് നമ്മുടെ പെരയിലെത്തുന്നുണ്ട്. ആധാർ കാർഡ്, നല്ല വൃത്തിയും വെടുപ്പുള്ള ആധാർ കാർഡ് പെരയിലെത്തുന്നുണ്ട്. 500 രൂപ വാങ്ങുന്നുണ്ട് ലൈസൻസിൻ്റെ കോപ്പിക്ക് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കാർഡ് പ്രിൻ്റ് ചെയ്ത് തന്നൂടാ? എന്തുകൊണ്ട് RC കാർഡ് പ്രിൻ്റ് ചെയ്ത് തന്നൂടാ? ഇത് രണ്ടും തന്നാൽ മാത്രമല്ലേ ഈ ദീർഘദൂര യാത്രകൾക്ക് അത് സൂക്ഷിക്കാനും മറ്റ് സ്റ്റേറ്റുകളിലെ അധികാരികളെടുത്ത് ചോദിക്കുമ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കാനും പറ്റുള്ളൂ. അത്രയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ കാണിച്ചു വെച്ചാൽ എന്ന് പറഞ്ഞാൽ വലിയ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഭവം ചെയ്തു എന്നാണ് മന്ത്രി അന്ന് പറഞ്ഞത്, ഗണേഷ്കുമാർ അന്ന് പറഞ്ഞത്. സത്യത്തിൽ അത് ജനങ്ങളെ പൊട്ടന്മാരാക്കിയ ഒരു വിട്ടി പ്രഖ്യാപനമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ അയാൾ മാത്രം ബുദ്ധിയുള്ള ആൾ, ബാക്കിയുള്ളവർ മുഴുവൻ പൊട്ടന്മാർ എന്ന് ധരിച്ചുകൊണ്ട് തട്ടിവിട്ടതാണ്. കാശില്ല, പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട്, സൗകര്യമില്ലാത്തതുകൊണ്ടും ഡിജിറ്റലിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് നിർത്തി. ഇതായിരുന്നു അതിൻ്റെ സത്യം. കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട. കാശ് തന്നിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാന്യമായ സേവനം നമുക്ക് തന്നൂടെ? അത് തരണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ അടവ് തീർന്നതിന് ശേഷം, അതായത് NOC സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും RCന്ന് അപ്പോഴത്തേക്ക് ശേഷം മാറ്റി കൊടുക്കുന്നൊരു പരിപാടിയില്ല. അടവ് കഴിഞ്ഞു, നിങ്ങളെ ഫിനാൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് പോകും. എന്തിനാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇങ്ങനെ കുറേ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ്. അത് മന്ത്രിയായാലും കണക്ക് തന്നെ, തന്ത്രിയായാലും കണക്ക് തന്നെ, ഏവനായാലും കണക്ക് തന്നെ. അതൊന്ന് മാറ്റിയെടുക്കണമെന്നാണ് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.